നമസ്കാരം. കൈരളി ന്യൂസിൻ്റെ ഒരു പ്രത്യേക പരിപാടി വി ദ പീപ്പിൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഞാൻ NP ചന്ദ്രശേഖരൻ, ന്യൂസ് ഡയറക്ടർ. എന്നോടൊപ്പമുള്ളത് കൈരളി ന്യൂസിൻ്റെ ഡെപ്യൂട്ടി എഡിറ്റർ മനോജ് K. വർമ്മ, ഒപ്പം തന്നെ സീനിയർ ന്യൂസ് എഡിറ്റർ K. രാജേന്ദ്രൻ, ന്യൂസ് എഡിറ്റർ K. നീലിമ. ഞങ്ങളിന്ന് ഒരുമിച്ചിരിക്കുന്നത് വി ദ പീപ്പിൾ എന്ന പരിപാടിയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. ഓരോ ദിവസവും ഒരു മുഖപ്രസംഗ പങ്ക്തി എന്ന നിലയ്ക്കാണ് ഈ പരിപാടി ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. വലിയ പരസ്യവാചകമൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് മനോജ് പറയും. മനോജ് സ്ക്രീനിൽ അങ്ങനെ അധികം വരാത്ത ആളാണ്. പക്ഷേ അണിയറയിൽ നിന്ന് കൈരളി വാർത്താ സംഘത്തെ നയിക്കുന്ന ഡെപ്യൂട്ടി എഡിറ്റർ മനോജ് K. വർമ്മ. മനോജെ, ഈ പരിപാടിയെക്കുറിച്ച് നമ്മൾ വലിയ വാചകങ്ങൾ, വലിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ, പ്രേക്ഷകർക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. എന്താണ് വി ദ പീപ്പിൾ? നമ്മൾ അതാത് ദിവസത്തെ പ്രധാന വാർത്തകളിൽ ഒരെണ്ണം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബജറ്റ്, സെൻട്രൽ ബജറ്റ് അവതരിപ്പിച്ച ദിവസമാണ്. അപ്പോൾ ആ ബജറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു എഡിറ്റർമാരുടെ, അതായത് ചാനൽ നയിക്കുന്ന ആൾക്കാരുടെ ഒരു വിശകലനം. സ്വാഭാവികമായിട്ടും സാമ്പത്തിക വിദഗ്ധന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ വിശകലനങ്ങൾ നമ്മൾ ഇതിനോടകം TV-യിൽ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇത് ന്യൂസ് ചാനലുകൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ഈ പങ്ക്തി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാജേന്ദ്ര, മുഖപ്രസംഗ പങ്ക്തി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ജനങ്ങൾ പേടിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ചങ്ങമ്പുഴ മംഗളപത്രങ്ങളെക്കുറിച്ച് പറഞ്ഞ പോലെ പ്ലേഗ്, കോളറ, അതുപോലെ പേടിക്കുന്ന ഒന്നായിട്ട് ഈ മുഖപ്രസംഗ പങ്ക്തി മാറിയിട്ടുണ്ട്. അതെ, മറ്റു പങ്ക്തികളിൽ നിന്ന് നമുക്കെന്താണ് വ്യത്യാസം? അല്ല, വ്യത്യാസം എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് നമുക്കറിയാമല്ലോ, ഈ സത്യസന്ധമായ വാർത്തകളും വിശകലനങ്ങളും ഇന്ന് പുറത്തു വരുന്നില്ല. നമ്മൾ ഈ ബജറ്റിൻ്റെ കാര്യം തന്നെ എടുക്കുക. എങ്ങനെയാണ് ഈ കേന്ദ്ര ബജറ്റിനോടുള്ള ഈ മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ പൊതു സമീപനം എന്ന് മാത്രം പരിശോധിച്ചാൽ മതി, മറ്റും എങ്ങോട്ടും പോകണ്ട. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനമായിരിക്കും നമ്മൾ എടുക്കുക. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ അതിൻ്റെ ബജറ്റ് പ്രസംഗം നടത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ ദേശീയ മാധ്യമങ്ങൾ, അതുപോലെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, അവരെല്ലാം തന്നെ, അതിൽ നമ്മൾ ഒഴിച്ചേക്ക് പോകുന്ന ഏറെക്കുറെ എല്ലാ മാധ്യമങ്ങളും തന്നെ പറഞ്ഞിരുന്നത് വൻ പദ്ധതികൾ വരാൻ പോകുന്നു, വൻ പ്രഖ്യാപനങ്ങൾ. PM കിസാൻ പദ്ധതിയുടെ ആ വിഹിതം വർദ്ധിപ്പിക്കാൻ പോകുന്നു. 6000 എന്നത് കർഷകർക്ക് ലഭിച്ചിരുന്ന 6000 രൂപ എന്നത് അതൊരു 9000 രൂപയായി ഉയർത്താൻ പോകുന്നു. അതുപോലെ പുതിയ തൊഴിൽ പദ്ധതികൾ വരുന്നു, ഭവന നിർമ്മാണ പദ്ധതികൾ വരുന്നു. ഭവന പദ്ധതികളെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതെല്ലാം വളരെ രസകരമാണ്. കാരണം എന്താണ് മാധ്യമങ്ങൾ ഓരോന്നിനെ കുറിച്ച് പറയുന്നത്, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതുകൂടി എടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും. തീർച്ചയായിട്ടും. നീലിം എന്തെങ്കിലും കൂട്ടിച്ചേർക്കൂ? ഇതിപ്പോൾ ഈ 2024 പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇതിൽ സ്ത്രീകൾക്ക് വളരെയധികം പ്രാമുഖ്യം നൽകും എന്നുള്ള ഒരു ക്യാമ്പയിൻ കുറേ നാളുകളായി നടക്കുന്നുണ്ട്. ഈ വനിതാ സംവരണ ബില്ലിൻ്റെ വിഷയം തന്നെ എടുത്താൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് വലിയ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ഈ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം പറഞ്ഞത്. ഈ കർഷകർക്ക് നൽകുന്ന, ഭൂവുടമകളായ വനിതാ കർഷകർക്ക് നൽകുന്ന സഹായമൊക്കെ ഇരട്ടിയാക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഈ മോദി സർക്കാരിനെ വലിയ തരത്തിൽ ഈ 2024 ബൂസ്റ്റിംഗ് നടത്തുക എന്നുള്ളൊരു പണിയാണ് ഈ മലയാളത്തിലെ മാധ്യമങ്ങളടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഈ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചതുപോലെയല്ല കാര്യങ്ങളെന്ന് ഈ ബജറ്റ് അവതരണത്തിലൂടെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഈ ബോധ്യപ്പെടുന്ന വസ്തുതകൾ വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ ചോദിച്ചത് മറ്റ് മുഖപ്രസംഗ പങ്ക്തികളിൽ നിന്ന് നമ്മളെങ്ങനെ വ്യത്യാസം പെടും എന്നാണ്. മറ്റ് മുഖപ്രസംഗ പങ്ക്തികളിലൊക്കെ എനിക്ക് തോന്നുന്നത്, മനോജ്, ഒരു നായകനുണ്ടാവും, ഒരു പ്രതിനായകൻ അതിൽ തന്നെ ഉണ്ടാവും. കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പ്രതിനായകനായി മാറും, കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ വിദൂഷകനോ വിദൂഷകയോ ആയി മാറും. ചിലപ്പോൾ വിഷയങ്ങൾക്കൊത്ത് ഈ റോളുകൾ അവർ തന്നെ പരസ്പരം വെച്ചു മാറും. അങ്ങനെ വെച്ചുമാറ്റത്തിൻ്റെ ഒരു അജണ്ടയുമായിട്ട് ആളുകളുടെ തലയിൽ കോമാളിത്തൊപ്പിയോ കിരീടമോ വെക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത് മാറില്ല. ആളുകൾ അവർക്ക് തോന്നുന്നത് വാർത്തയെക്കുറിച്ച് അറിയാവുന്ന വസ്തുതകൾ, ശേഖരിക്കാവുന്ന വസ്തുതകൾ വെച്ച് ഉള്ള വിശകലനം സത്യസന്ധമായി അവസാന വിധികർത്താക്കളായ ദ പീപ്പിളിന് മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. ഇതാണ് നമ്മുടെ വാഗ്ദാനം, അല്ലേ? അതെ, തീർച്ചയായും. ബജറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത്.
ബജറ്റിനെ കുറിച്ചുള്ളൊരു ചർച്ച എനിക്ക് തോന്നുന്നു ഇന്നലത്തെ നയപ്രഖ്യാപനത്തിൽ നിന്ന് തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയ നയപ്രഖ്യാപനത്തിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ആമുഖമായിരുന്നല്ലോ അത്, ബജറ്റിൻ്റെ ആമുഖമായിരുന്നല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയില്ല. 75 മിനിറ്റ് നീണ്ടു നിന്ന ആ പ്രസംഗത്തിൽ ഓരോ വാക്യത്തിനും ഒരേപോലെയുള്ള കയ്യടിയായിരുന്നു. നമ്മളൊക്കെ മനുഷ്യരാണ്. ആവേശമുള്ള ഒരു കാര്യം കേട്ടാൽ മാത്രമല്ല ജയ് ശ്രീരാം വിളി അതുവരെ വന്നു. പക്ഷേ ഓരോ വാക്യത്തിനും കയ്യടിക്കുകയായിരുന്നു, യാന്ത്രികമായിട്ടുള്ള ഒരു കയ്യടി. അങ്ങനെ ഉണ്ടാവുമോ? നമുക്കൊക്കെ ആവേശം വന്നാൽ നമ്മൾ കയ്യടിക്കും, ഹിയർ വിളിക്കും, ആക്ഷേപിക്കേണ്ട ഒരു കാര്യം വന്നാൽ ഷെയിം വിളിക്കും, അങ്ങനെയൊക്കെ ആൾക്കൂട്ടങ്ങൾ ചെയ്യും. പക്ഷേ നമ്മുടെ MP-മാരിരുന്ന് ഓരോ വാക്കിനും പാവകളെ പോലെ യാന്ത്രികമായൊരു കയ്യടി ഇതാക്കുന്നു. ഇത് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയില്ലേ? അത് പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും അടക്കമുള്ളവരാണ് കയ്യടിക്കാൻ വന്നത്. എനിക്ക് തോന്നുന്നത് ഈ കയ്യടി കേട്ടപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മുഴങ്ങിയ മറ്റൊരു കയ്യടിയുമായിട്ടാണ് എനിക്കത് താരതമ്യം ചെയ്യാൻ തോന്നുന്നത്. ഒരു രാഷ്ട്ര നേതാവ് സ്ഥിരം റാലികളിലൂടെയാണ് വളർന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ റാലികൾ ഡിസൈൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു. ആ ആർക്കിടെക്റ്റ് റാലി ഡിസൈൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം അവിടെ വെളിച്ചം വീഴേണ്ടത്, എവിടെയായിരിക്കണം നേതാവ് കയറി വരുമ്പോൾ വെളിച്ചം തുടങ്ങേണ്ടത്, വെളിച്ചം സഞ്ചരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നു. ആ നേതാവിൻ്റെ പ്രസംഗം നേരത്തെ തയ്യാറാക്കി കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ആ നേതാവ് പരിശീലിക്കുന്നു. എപ്പോൾ ശബ്ദം ഉയർത്തണം, എപ്പോൾ ശബ്ദം താഴ്ത്തണം എന്നൊക്കെ പരിശീലിച്ച് പഠിക്കുന്നു. എപ്പോൾ കയ്യടിക്ക് വേണ്ടി കാത്തു നിൽക്കണം, അപ്പോൾ കയ്യടിക്കാൻ കയ്യടി സംഘങ്ങളെ ഏർപ്പാട് ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ആ നേതാവിൻ്റെ പേര് ഹിറ്റ്ലർ എന്നായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹിറ്റ്ലറുടെ റാലികളുടെ വേദികളിൽ നിന്ന് മുടങ്ങിയ ആ കയ്യടി ഒരു നൂറ്റാണ്ടിന് ശേഷം കുറെ പാവകളിരുന്ന് ആവർത്തിക്കുന്നത് പോലെയാണ് ഇന്നലത്തെ ആ യാന്ത്രികമായ കയ്യടി, പാവകളുടെ കയ്യടി, സാലഭഞ്ചികകളുടെ കയ്യടി പോലെ ഇന്ത്യൻ ജനാധിപത്യം കേട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബജറ്റിലേക്ക് വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ബജറ്റിന് മുമ്പായി ലോക്സഭയിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കുക എന്നൊരു ചടങ്ങുണ്ട്. സ്വതന്ത്ര ഇന്ത്യ 75 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടുവരുന്ന ഒരു രീതിയാണത്. ഇത്തവണ അതുണ്ടായില്ല എന്നുള്ളത് ഒരു സവിശേഷതയാണ്. അത് മാത്രമല്ല, അതിന് പകരം ഒരു സാമ്പത്തിക അവലോകന റിപ്പോർട്ട് തയ്യാറാക്കി ധനമന്ത്രി വാർത്താമാധ്യമങ്ങൾക്ക് പ്രസ് റിലീസായിട്ട് വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതി. അത് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു ഗൗരവമുണ്ട്. ആ ഗൗരവം പോലും ഇല്ലാതെ ഒരു പത്രക്കുറിപ്പ്, ഒരു പ്രചാരവേല കുറിപ്പ്, ഒരു പ്രൊപ്പഗാൻഡ കുറിപ്പ്, അതല്ലായിരുന്നു മോഡി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ റെയിൽവേ ബജറ്റും ഇല്ലാതാക്കി. വേറെ കാര്യം ഇതിൽ ആസൂത്രണ കമ്മീഷൻ അതില്ലാതാക്കി, അതുപോലെ റെയിൽവേ ബജറ്റ് ഇല്ലാതാക്കി, ഇനി ഇപ്പോൾ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇല്ലാതാക്കി. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ വീണ്ടും അധികാരത്തിൽ വന്നാൽ പതുക്കെ ബജറ്റ് എന്ന സംവിധാനം പോലും ഇല്ലാതായേക്കാം. അല്ല, അതിനൊക്കെ അനുമതിയുണ്ട്. ആദ്യത്തെ ബജറ്റ് ജോൺ മത്തായി ചെയ്തത് ഒരു വാക്കാൽ ബജറ്റ് ആയിരുന്നു, രേഖാമൂലമുള്ള ബജറ്റ് ആയിരുന്നില്ല. അദ്ദേഹം അത് കാണാപ്പാഠം നിന്ന് പറയുകയായിരുന്നു. ആ ഒരു കീഴ്വഴക്കത്തിൻ്റെ ബലത്തിൽ ധനമന്ത്രി വന്ന് ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നു. അതാണ് ബജറ്റ്. അതൊരു കീഴ്വഴക്കമായിട്ട് അല്ല, ചരിത്രം അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതാണല്ലോ. ആദ്യം അത് ഒരു ഇതിഹാസം പോലെ സംഭവിക്കും, പിന്നെ കോമാളിത്തമായി മാറും എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇത് വളരെ സീരിയസ് ആണ് അല്ലേ, മറ്റേ ഇത്തരത്തിലുള്ളൊരു മാറ്റം വന്നത്. കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ആ വാർത്താക്കുറിപ്പ് തന്നെ 70 പേജുള്ളൊരു വാർത്താക്കുറിപ്പ്, അതിൻ്റെ ഒരു ഓറൽ പ്രസൻറ്റേഷനാണ് ഇന്ന് ലോക്സഭയിൽ ധനമന്ത്രി നടത്തിയത്. അതായത് ഒരർത്ഥത്തിൽ അതിനെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു പ്രചാരണ വേല എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതൊരു 10 വർഷത്തെ മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ അത് മാത്രമാണ് ഈ ബജറ്റ് പ്രസംഗം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഈ പ്രസംഗത്തിലുണ്ടായത്. സാധാരണ ബജറ്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് രാജ്യത്തിൻ്റെ ധനകമ്മി എത്ര, പുതിയ നികുതി നിർദ്ദേശങ്ങൾ, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, അല്ലെങ്കിൽ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ, അത്തരം യാതൊരു പ്രഖ്യാപനങ്ങളോ വൻകിട പ്രഖ്യാപനങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ബജറ്റ് പ്രസൻറ്റേഷൻ. ഏറ്റവും കുറഞ്ഞ ദൈർഘ്യമുള്ളൊരു ബജറ്റ്, അത് മാത്രമാണ് ഈ ബജറ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട്. മാത്രമല്ല, ഈ ബജറ്റ് നിരീക്ഷകർ പലരും അത് പറഞ്ഞു കഴിഞ്ഞു. ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ശക്തിയുടെ വിളംബരമായിരിക്കണം അവരൊരു തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ നടക്കുന്ന ബജറ്റ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അവർ പോയപ്പോൾ ഉണ്ടായിരുന്ന ബജറ്റിന് എന്തൊക്കെ പോരായ്മയുണ്ടെങ്കിലും അങ്ങനെ ഒരു വിളംബരത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു.
ഇത് അതൊന്നുമില്ലാതെ അവരുടെ ദൗർബല്യം, അവരുടെ ഖജനാവിൻ്റെ ശേഷി കുറവ്, അവരുടെ മറ്റൊരു വിഷയങ്ങളുമില്ലാതെ ഈ പ്രചാരണത്തിനുള്ള ചില വിഷയങ്ങൾ മാത്രം കയ്യിലുള്ള, ഒന്നും കയ്യിലില്ലാത്ത ഒരു ഭാണ്ഡം കയ്യിലുള്ളവൻ്റെ ആത്മവിശ്വാസക്കുറവ് അത് നല്ലോണം പ്രകടിപ്പിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ മാസം തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കാം. ഫെബ്രുവരി 24 ഒരു അത്തരമൊരു ഘട്ടത്തിൽ ഇപ്പോൾ BJP കണക്ക് കൂട്ടുന്നത് അവർക്ക് അനുകൂലമായ സാഹചര്യമെന്നാണ്. രാമക്ഷേത്രം എന്ന വിഷയമുണ്ട്, പിന്നെ ബീഹാറിൽ ഭരണമാറ്റം, പിന്നെ ഇടിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ വിവിധ തന്ത്രങ്ങൾ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു ബജറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് വൻ പ്രഖ്യാപനങ്ങളാണ്, വൻ ജനക്ഷേമ പദ്ധതികളാണ്. ഇവിടെ വൻ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നില്ല, വൻ അല്ല, അതായത് എന്തെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചതുപോലെ കർഷകർക്കായി ഇത് 6000 രൂപ വെച്ച് ഞങ്ങൾ വർഷം നൽകും, അത്തരം പ്രഖ്യാപനങ്ങളില്ല. അധികം നീക്കിയിരിപ്പുകളില്ല. ഇതൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാവും, ഈ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കേന്ദ്ര സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങൾ അറിയരുത് എന്നുള്ള ഒരു നിഷേധാർഢ്യത്തിൻ്റെ അത്തരത്തിലൊരു ഒരു അധമ മനോഭാവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഒരുപക്ഷെ ഇത്തവണത്തെ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് പോലും പുറത്തേക്ക് വരേണ്ട, പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തത് പോലും അത്തരത്തിൽ ഒന്നായിരിക്കാം. മറ്റൊന്ന്, ഈ മതരാഷ്ട്ര സങ്കല്പം എന്ന വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ജയിക്കാൻ കഴിയുമെന്ന ഒരു അമിത ആത്മവിശ്വാസം BJP കേന്ദ്രങ്ങളിലുണ്ട്. അതും ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ജനപ്രഖ്യാപന പദ്ധതികൾ പ്രഖ്യാപിക്കാത്തതിലെ ഒരു കാരണമായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്ന ഒരവസ്ഥയുമുണ്ട്. ഇതിൽ അവരുടെ സാമ്പത്തിക ദാരിദ്ര്യം, സാമ്പത്തിക ശക്തിക്കുറവ് ഇതിൽ പ്രതിഫലിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നത്തേക്കാൾ കൂടുതൽ സംസ്ഥാനങ്ങളെ ഊറ്റി കൈവശം വയ്ക്കുന്ന ഒരു സർക്കാരാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ അകപ്പെട്ടിരിക്കുന്നത്. അവരുടെ സാമ്പത്തിക സമാഹരണ രീതികൾ ഫെഡറലിസത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ഒന്നും കൊടുക്കാതെ, അത് തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ ആശയത്തിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെ അടിമകളെ പോലെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കാശുണ്ടാക്കിയിട്ടും കാശില്ലായ്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മോഡി സർക്കാരിനെ കുറിച്ചുള്ള സാമ്പത്തിക വിലയിരുത്തൽ അതെന്താണ് ഇപ്പോൾ പറയാവുന്നത്? ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി അവകാശപ്പെട്ടത് 10 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വലിയ പരിവർത്തനത്തിന് വിധേയമായി എന്നാണ്. ശരിയാണ്. 2014 4.1% ഇന്ത്യയുടെ ധനക്കമ്മി. ഇപ്പോഴത് GDPയുടെ 5.4% എത്തി. അത് കാണിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടമെടുപ്പ് പരിധി കൂടുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി ഏതാണ്ട് 3-3.5%. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ശരാശരി എടുത്ത് നോക്കുമ്പോഴും കടമെടുപ്പ് പരിധി ഈ 3-3.5% വന്ന് നിൽക്കും. ഇതൊന്ന് പ്രേക്ഷകരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. കാരണം അനന്തനേക്കാൾ നാവുകൾ കഴുത്തിന് ചുറ്റുമുള്ള മാധ്യമങ്ങളും നേതാക്കന്മാരും രാഷ്ട്രീയ വക്താക്കളും കൂടി വിളിച്ചു പറയുന്നത് കേരളമാണ് കടക്കണിയിൽ എന്നാണ്. അല്ല, കേന്ദ്രം കടക്കണിയിലാണെങ്കിൽ അതിലും ഭീകരമായ കടക്കണിയിലാണ് നമ്മളുടെ രാജ്യം ഒന്നാകെ. ഒരു പ്രോഗ്രസും ഉണ്ടാകുന്നില്ല സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ന് തന്നെയാണ്. വളരെ കൃത്യമായ ഒരു വലിയ പ്രതിസന്ധി ഈ ബജറ്റിലൂടെ തന്നെ, ബജറ്റിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ രാജ്യം നേരിടുന്ന കടുത്ത പ്രതിസന്ധി ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ഈ വേദിയിലിരുന്ന് നമ്മളിത് പറയുമ്പോൾ രാജ്യം പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുമ്പോൾ മോദി സർക്കാർ പ്രതിസന്ധിയിലാണ് എന്ന് മാത്രമല്ല, നമ്മളാകെ പ്രതിസന്ധിയിലാണ്. ഇതിൻ്റെ മുഴുവൻ ഭാരം പേറാനായിട്ട് നമ്മുടെ നാട്ടിലെ ദരിദ്ര ജനകോടികൾ തയ്യാറാവേണ്ട സ്ഥിതിയുണ്ട് എന്ന ഒരു ദയനീയ സത്യത്തിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് നമ്മൾ ഈ ധനപ്രതിസന്ധി എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത് എങ്ങനെ ഉണ്ടായി പ്രതിസന്ധി? നമ്മൾ കേരളത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ക്ഷേമ പെൻഷൻ, രാജ്യത്തെ ഏറ്റവും ഉയർന്ന ക്ഷേമ പെൻഷൻ നൽകുന്നു, രാജ്യത്തെ ഏറ്റവും മികച്ച പാവപ്പെട്ടവർക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു, ഇത്രയും അധികം ആനുകൂല്യം, ഏറ്റവും മികച്ച സ്കൂളുകൾ, ഏറ്റവും മികച്ച ആശുപത്രികൾ, ഇതിന് സമാനമായ പദ്ധതികൾ നടപ്പിലാക്കിയത് കൊണ്ടല്ല കേന്ദ്രത്തിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത് തന്നെ പാചകവാതകത്തിൻ്റെ കാര്യം എടുക്കാം. പാചകവാതകത്തിൻ്റെ സബ്സിഡി നിർത്തലാക്കി എത്ര വർഷങ്ങളായി? അപ്പോൾ ഈ സബ്സിഡി അധികം ജനങ്ങൾക്ക് വാരിക്കോരി സബ്സിഡി കൊടുത്തുകൊണ്ട്, ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ചില അവകാശവാദങ്ങളുണ്ട്. ഈ ബജറ്റ് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു എന്നാണ്. ഈ നിർമ്മലാ സീതാരാമൻ ആദ്യം ചെയ്യേണ്ടത് ആഗോള വിശപ്പ് സൂചിക
അതൊന്ന് നോക്കണം. ആഗോള വിശപ്പ് സൂചികയുടെ ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞാൽ 111 ഇന്ത്യയുടെ സ്ഥാനം. അതുപോലെ മറ്റൊരു അവകാശവാദം 2 കോടി പുതിയ ഭവനങ്ങൾ നിർമ്മിക്കുമെന്നാണ്. ഈ 2 കോടി പുതിയ ഭവനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കേരളത്തിൻ്റെ ലൈഫ് പദ്ധതിയെല്ലാം പെടുന്നുണ്ട്. അതായത് കേരളത്തിൻ്റെ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് വളരെ നാമമാത്രമാണ്. ഈ സംസ്ഥാന സർക്കാരുകളെല്ലാം തന്നെ ഇതേപോലെ സമാനമായ അവരുടേതായ ഭവന നിർമ്മാണ പദ്ധതികളുണ്ട്. അതിൽ ഈ PMAY പദ്ധതിയിലേതായ വിഹിതം കൂടി അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ആ വിഹിതം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. പക്ഷേ അതായത് ഈ 5 വർഷത്തെ ഒരു കണക്ക് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു. 17,000 കോടി രൂപയാണ് ഈ ലൈഫ് പദ്ധതിക്ക് വേണ്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംസ്ഥാന സർക്കാർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത് 2,000 കോടി രൂപ മാത്രമാണ്. അതാണ് മോദി തരുന്ന ഈ ആവാസ് യോജന വെച്ചുകൊണ്ട് നമ്മളിവിടെ ലൈഫ് എന്ന് പേര് മാറ്റി കൊടുക്കുന്നു എന്ന വിമർശനം വരുന്നത്. 17,000 കോടി എവിടെ നിൽക്കുന്നു, 2,000 കോടി എവിടെ നിൽക്കുന്നു? ഇതൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇതാണ് നമ്മുടെ മോഡിയുടെ പടം വെക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു മോഡിയുടെ ഒരു പടം എടുത്തിട്ട് ഒരു മൂല കീറിയിട്ട് വെക്കുകയേ വേണ്ടൂ. കാരണം 17,000-ന് 2,000 ആണല്ലോ തരുന്നത്. അപ്പോൾ അത്രേ വെക്കേണ്ട കാര്യമുള്ളൂ. അതുപോലെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായൊരു പ്രശ്നമാണ്. ഇതിനകത്ത് സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ എക്കോണമിയുടെ ഒരു പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തൊഴിലവസരങ്ങളുടെ വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ 0. തൊഴിലവസരങ്ങളുടെ വളർച്ചാ നിരക്ക് 0. അത് എടുത്തു പറയുകയാണെങ്കിൽ ഈ IIT-കളിൽ നിന്ന് ഇറങ്ങുന്ന വളരെ അഭ്യസ്തവിദ്യരായ കുട്ടികൾ, നമുക്കറിയാം IIT-കളിൽ അഡ്മിഷൻ കിട്ടുന്ന ഏത് രീതിയിലുള്ള കുട്ടികളാണെന്ന്. അവരെല്ലാം തന്നെ രാജ്യത്തിനകത്തോ പുറത്തോ ഉള്ള സ്വകാര്യ തൊഴിൽ മേഖലയിലേക്കാണ് കൂടുതൽ പോയിരുന്നത്. അവരിൽ നല്ലൊരു വിഭാഗം ഇപ്പോൾ സർക്കാർ സർവീസിലേക്ക് തിരിച്ചു വരുന്നു. സർക്കാർ സർവീസ് തന്നെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഈ കേന്ദ്ര സർവീസിൽ ഏതാണ്ട് 10 ലക്ഷം തസ്തികകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. 10 ലക്ഷം തസ്തികകൾ. ഈ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ അനുസരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കൂട്ടത്തോടുള്ള അഭ്യസ്തവിദ്യരുടെ കുടിയേറ്റം അത് വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. താഴെത്തട്ടിൽ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളം എന്ന ഒരു സംസ്ഥാനത്തിലൊഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ പദ്ധതി അവതാളത്തിനാണ്, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതിനകത്ത് 2 രീതിയിലുള്ള വിഷയങ്ങളുണ്ട്. ഒന്ന്, കൃത്യമായ പണം അതിനകത്ത് നീക്കിവെക്കുന്നില്ല. നമുക്കിനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ എത്രയാണ് ആ പദ്ധതിക്കായി നീക്കിവെക്കേണ്ടത്, അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതേ സമയത്ത് തന്നെ ഈ പദ്ധതി ഒന്ന് കാര്യക്ഷമമായി നടപ്പിലാക്കണമെങ്കിൽ അതിനുവേണ്ടി ഇടപെടലുകൾ നടക്കുന്നില്ല. ഇവർക്ക് തന്നെ താല്പര്യമില്ല ഈ പദ്ധതി. പക്ഷേ ഇത് കേരളം അതിനുകൂടി ആ പദ്ധതി എങ്ങനെ നടപ്പിലാക്കണമെന്നതിന് കേരളം ഒരു മാതൃകയാണ്. കേരളമാണ് ഏറ്റവും കൂടുതൽ ഈ വിഹിതം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചത്. അപ്പോൾ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളും വളരെ കൃത്യമായി ഈ ബജറ്റിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു കള്ളം പറയുന്ന ബജറ്റ് കൂടിയാണ്. 25 കോടി ജനങ്ങൾക്ക് ദാരിദ്ര്യമുക്തി കൊടുത്തു എന്ന് ഈ രാജ്യത്തിൻ്റെ ധനമന്ത്രിക്ക് എങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയും എന്ന് നമുക്കൊക്കെ തോന്നും. മാത്രമല്ല, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഉള്ള ആത്മവഞ്ചന അത് ചിലപ്പോൾ നമ്മൾ പറയുന്നതിനെ പോലും ബാധിച്ചു എന്ന് വരും. ഇവർ റേഡിയോയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പരസ്യം, ക്ലേശങ്ങൾക്ക് അവധി, മോദിയുടെ ഗ്യാരണ്ടി എന്ന്. ക്ലേശങ്ങൾക്ക് അവധിയാണോ കിട്ടേണ്ടത്? അവധി ഒരു ദിവസം ഉണ്ടാവുള്ളൂ, അടുത്ത ദിവസം പ്രവൃത്തി ദിനം വരും. ക്ലേശങ്ങളിൽ നിന്ന് സമ്പൂർണ്ണ വിമുക്തിയല്ലേ മനുഷ്യന് ഭരണാധികാരി വാഗ്ദാനം ചെയ്യുന്നത്? വാഗ്ദാനത്തിൽ പോലും സ്വന്തം കള്ളം പുറത്തു വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യൻ ഭരണാധികാരികൾ എത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഏറ്റവും അവസാനം ഇതിലെ ഫെഡറൽ വിരുദ്ധത, കേന്ദ്ര ധനകാര്യ മന്ത്രി പിന്തുടരുന്ന നയങ്ങളുടെ ഫെഡറൽ വിരുദ്ധത, അത് എടുത്തു പറയേണ്ടതാണ്. കേരളം ഒരു കോളനി പോലെ പറ്റിക്കപ്പെടുന്നൊരു നിലയുള്ളത് എടുത്തു പറയേണ്ടതാണ്, അല്ലേ? തീർച്ചയായിട്ടും. ഇതിൽ ഈ ധനക്കമ്മി 5.4% ധനക്കമ്മിയാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. ഇതെങ്ങനെ വന്നു എന്നുള്ളതിലേക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഇത് 2019 ബജറ്റിൽ കോർപ്പറേറ്റ് നികുതി 30% എന്നുള്ളത് 22% കേന്ദ്ര സർക്കാർ കുറച്ചു. അതായത് 8% ഇളവ്. ഈ 8% ഇളവ് ലഭിക്കുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 99.3% കമ്പനികൾക്കാണ്. അവർ കൊടുക്കേണ്ട ടാക്സാണ് 22%. 30%-ന് മുകളിൽ ടാക്സ് കൊടുക്കേണ്ടത് വെറും 0.07% കമ്പനികൾ. ഈ 99.3% കമ്പനികൾ പോലും വൻ കോർപ്പറേറ്റുകളാണ്. അതുവഴി സർക്കാരിനുണ്ടായിട്ടുള്ള ധനനഷ്ടം, ആ നികുതി ഇളവിൽ നിന്ന് കിട്ടിയ ധനനഷ്ടം എന്ന് പറയുന്നത് 2 ലക്ഷം കോടി രൂപയാണ്. ഈ 2 ലക്ഷം കോടി രൂപയാണ് 4.1 നിന്ന് ധനക്കമ്മി 5.4 നമ്മളെ എത്തിച്ചത്. ഇത് മേക്കപ്പ് ചെയ്യാനായിട്ട് സർക്കാർ ചെയ്തത് വളം സബ്സിഡി നിർത്തലാക്കുന്നു, ഭക്ഷ്യ സബ്സിഡി നിർത്തലാക്കുന്നു, LPG സബ്സിഡി
2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 410 രൂപയായിരുന്നു LPG. പിന്നീട് അതിന് സബ്സിഡി തന്നു. കോവിഡ് കാലം വന്നതോടുകൂടി അത് പൂർണ്ണമായിട്ട് നിർത്തലാക്കി. ഇപ്പം അത് കൊടുക്കുന്നത് ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കുള്ള ഉജ്ജ്വൽ കണക്ഷൻ പദ്ധതിയിൽ വരുന്നവർക്ക് മാത്രമാണ് ഈ സബ്സിഡി കിട്ടുന്നത്. അതെ, ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പണം ആവശ്യമുണ്ട് മുന്നോട്ട് പോകാൻ. അത് കൊടുക്കാനുള്ള കഴിവിൻ്റെ അനുസരിച്ച് ആളുകളിൽ നിന്ന് പിരിക്കണം, സമ്പന്നരിൽ നിന്ന് കൂടുതൽ പണം പിരിക്കണം എന്ന സങ്കല്പം മാറ്റിവെക്കുകയും അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ദരിദ്രരുടെ തലയിലേക്ക് വീണ്ടും വീണ്ടും ഭാരം ചുമത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സർക്കാർ പിന്തുടരുന്നത് എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ നികുതി കുറച്ചപ്പോൾ, അതായത് കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വൻതോതിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ അവർക്കുണ്ടായ ലാഭം അത് മൂലധന നിക്ഷേപമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ വന്നിരുന്നെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അതുവഴി ജനതയ്ക്കൊരു പുരോഗതിയിലേക്ക് പോകുമായിരുന്നു. ഇത് അവരുടെ ലാഭം മാത്രമായിട്ട് മാറി, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മനോജ് വർമ്മ പറഞ്ഞു ഈ കേന്ദ്ര സർക്കാർ മൂലധന നിക്ഷേപം നടത്തുന്നില്ല, അത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ലൊക്കെ പറയുന്നു. എന്നാൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേന്ദ്രത്തിൻ്റെ ഈ ഡിവൈസബിൾ പൂളിൽ നിന്ന്, അതായത് നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കൈമാറുമ്പോൾ അത് വിതരണം ചെയ്യുന്ന ആ ഒരു രീതിയുണ്ട്. അതിൻ്റെ കാര്യവും വളരെ വളരെ പ്രതിഷേധാർഹമാണ്. ഇപ്പോൾ കേരളത്തിന് ആകെ ലഭിക്കുന്നത്, ഇപ്പോൾ 100 രൂപ സംസ്ഥാനങ്ങൾക്ക് നീക്കി കഴിഞ്ഞാൽ കേരളത്തിന് ആകെ ലഭിക്കുന്നത് 1.92 പൈസ മാത്രമാണ്. അതേസമയത്ത് ഉത്തർപ്രദേശിൽ ലഭിക്കുന്നത് 17%. 17% വരുന്ന ഉത്തർപ്രദേശിന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്ത് പുരോഗതി ഉണ്ടായി? കേന്ദ്രം വാരിക്കോരി നൽകി ഉത്തർപ്രദേശ് ഇന്നും ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ബീമാരു സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ്. അതേ സമയത്താണ് കേന്ദ്രം ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന കേരളം ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്നത്. അത് കേരളം അവഗണിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ഭരണാധികാരികൾ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്താതെയോ മറ്റോ ആണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞങ്ങളുടെ വഴിക്ക് വന്നില്ലെങ്കിൽ, ഞങ്ങളുടെ രാഷ്ട്രീയ വഴിക്ക് വന്നില്ലെങ്കിൽ നിങ്ങളെ പട്ടിണിക്കിടും, നിങ്ങളെ പിച്ചക്കാരാക്കി മാറ്റും എന്ന ഒരു അഹന്തയുടെ നടപ്പാക്കലാണ് അതെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും. എയിംസ് അടക്കമുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അതെ, പതിറ്റാണ്ടുകളായിട്ട് കേരളം ആവശ്യപ്പെടുന്നു. 2014 മോദി വന്നതിന് ശേഷം 15 പുതിയ എയിംസാണ് അനുവദിച്ചത്. എന്നിട്ടും കേരളത്തിനില്ല. നമ്മൾ സ്ഥലം എടുത്തിട്ട് കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വീണ്ടും കേരളം കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസങ്ങളെല്ലാം മറന്ന് വീണ്ടും വള്ളത്തോളിൻ്റെ ആ വരികൾ, ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ആ തിളയ്ക്കുന്ന ചോരയുടെ മറുപടി ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് മുമ്പിൽ നമ്മുടെ കൊച്ചു കേരളത്തിന് നൽകാനാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മൾ വളരെ ചെതറിയൊരു സംസാരമാണ് ബജറ്റ് വെച്ച് നടത്തിയത്. നമ്മളൊക്കെ പറഞ്ഞതിൽ ചില വ്യത്യസ്തമായ വിവരങ്ങളുടെ ഉള്ളടക്കമുണ്ട്. അത് അന്തിമ വിധികർത്താക്കളായ ജനങ്ങൾ ശ്രദ്ധിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഈ ബജറ്റ് സമ്മേളനമാകെ ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. ചെങ്കോലേന്തി തുടങ്ങിയ ഒരു ബജറ്റ് സമ്മേളനം, ജയ് ശ്രീരാമും അതുപോലെ തന്നെ ഭാരത് മാതാ കീയും മുഴങ്ങിയ ഒരു ബജറ്റ് സമ്മേളനമാണ് ജനങ്ങൾ കണ്ടത് എന്ന് നമുക്കറിയാം. ഭഗത് സിംഗ് മുഴക്കിയ ഇൻക്ലാബ് സിന്ദാബാദ് പോട്ടെ, ബോസിൻ്റെ ജയ് ഹിന്ദ് പോലും മറന്ന നേതാക്കളെ നമ്മൾ കാണുന്നു. അവരെ വിലയിരുത്തുക എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വി ദ പീപ്പിൾ നിങ്ങളോട് ഇപ്പോൾ ശ്രമിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നാളെ ഇതേ സമയത്ത് മറ്റൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരും.